ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ്. അതും ഐസ്ക്രീം ബോൾ കൊണ്ടാണ് നമ്മൾ അടിപൊളി ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ് ചെയ്യുന്നത്. രണ്ട് കുഞ്ഞു കിളികളെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ്ട് ഈ കാണിക്കുന്നതാണ് ഐസ്ക്രീം ബോൾ. വേസ്റ്റാക്കി കളഞ്ഞ ഐറ്റംസുകളാണ് ഇതെല്ലാം. അപ്പോൾ ആ ഐസ്ക്രീം ബോളിൽ വെറുതെ ടിഷ്യൂ പേപ്പർ, ഇതിന് വേണ്ടുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ടിഷ്യൂ പേപ്പറും ഐസ്ക്രീം ബോളും അതുപോലെ തന്നെ ഫെവിക്കോളും മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം കണ്ടില്ലേ, ആദ്യമേ ഐസ്ക്രീം ബോൾ രണ്ട് കിളികളാണ്. അപ്പം രണ്ട് ഐസ്ക്രീം ബോളും നമ്മൾ ആദ്യമേ ടിഷ്യൂ പേപ്പർ വെച്ച് 2, 3, 4 ഒരു 5 ടിഷ്യൂ പേപ്പറോളം നമ്മൾ അതിൽ കവർ ചെയ്തെടുക്കുക. അത് കളർ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഇത്രയും കവർ ചെയ്ത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ്നെസ് ആയിട്ടിരിക്കുകയും കളർ ചെയ്താൽ നമ്മളിത് ടിഷ്യൂ പേപ്പറാണെന്ന് പറയത്തത് കൂടിയില്ല. ഇനി ആ ഒരു ഹെഡിൻ്റെ പോർഷന് വേണ്ടിയിട്ടും സെയിം അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ എടുത്ത് റൗണ്ട് ചെയ്ത് ചെറിയ ഷേപ്പ്, എപ്പോഴും നമ്മൾ ഹെഡ് പോർഷൻ ചെയ്യുന്നതും ആ ഒരു ബോഡിയും കാര്യം കുറച്ചും കൂടി ചെറുതായിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പം ടിഷ്യൂ പേപ്പർ എടുത്ത് നമ്മളത് അത്രയും കവർ ചെയ്ത് എളുപ്പത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതാ പറയുന്നത്, നമ്മൾ ഒരു സാധനങ്ങൾ നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും വേസ്റ്റാക്കി കളയാൻ തന്നെ തോന്നത്തില്ല. ഓരോ നമ്മളെ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ്. അത് തന്നെ കുട്ടികൾക്ക് സ്കൂളുകൾക്കുള്ള പ്രോജക്റ്റുകളും ഇതുപോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ ഒരുപാട് മറ്റുള്ളവരുടെ ആശ്രയിക്കാതെ അവർക്ക് തന്നെ തനിയെ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് ഐറ്റംസുകളാണ് ഇതെല്ലാം ക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി ചെറിയ ഒരു ഹെഡ് പോർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ളത് ചെയ്തെടുക്കുക. അത് ഫെവിക്കോൾ വെച്ചങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ്, കണ്ടില്ലേ. ഇതുപോലെ ഒട്ടിച്ച് എടുത്തു കഴിഞ്ഞ് ഹെഡ്. ഇനിയിപ്പോൾ ഇത് വെച്ച് നമ്മൾ അതായത് ആ ഒരു ഷേപ്പിൽ വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ഇതിപ്പം ഒരു ബേർഡ് മാത്രമല്ല, അതുപോലെ നമുക്ക് റാബിറ്റ് വേണമെങ്കിലും അതേ ഷേപ്പിൽ ചെയ്തെടുക്കാം. ആ ഒരു ഷേപ്പിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, അത് നമ്മൾ ചിന്തിച്ച ആ ഒരു രീതിയിലോട്ട് പോകെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസുകൾ അതുപോലെ തന്നെ റാറ്റോ അതുപോലെ തന്നെ ക്യാറ്റും നമുക്ക് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു ഐസ്ക്രീം ബോളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ചെറിയൊരു ഹെഡും വെച്ച് അതിൽ കളർ ചെയ്ത് 2 ചെവിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഇതിപ്പോൾ കൊണ്ടില്ലേ ഒരു റാബിറ്റിൻ്റെ ഷേപ്പായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം, ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 കിളികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം വാലും അതിൻ്റെ ഒരു ചിറകുമൊക്കെ വെച്ച് കൊടുക്കണം. ആ ഒരു സ്റ്റാൻഡായിട്ട് എടുത്തിരിക്കുന്നത് വെച്ചാൽ അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുന്നൊരു ബോക്സാണ്. അതും വേസ്റ്റ് ബോക്സുകളാണ്. അതിൻ്റെ മുകളിൽ A4 സൈസ് പേപ്പർ വെച്ച് കംപ്ലീറ്റ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 4 വശവും നമ്മൾ അതേപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ ബോളും കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പായിട്ടാകുമ്പോഴത്തേക്ക് കണ്ടില്ല, അതിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഇതിപ്പം ഫെവിക്കോൾ വെച്ച് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഏത് ഗം വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം, പക്ഷേ ഫെവിക്കോൾ വെച്ചാണ് ഞാൻ ഒട്ടിച്ചത്. 2 ഹെഡ്, അതായത് ആ ഒരു സ്റ്റാൻഡിൽ ഈ ഒരു 2 ബേർഡും ഇരിക്കത്തക്ക വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്താണ് ഇതുപോലെ ഒട്ടിച്ചെടുത്തത്. അത് നമ്മൾ ഈ ചെയ്യുമ്പം തന്നെ നമുക്ക് നമ്മുടേതായൊരു സന്തോഷം തന്നെ തോന്നും. കാരണം ഇത് എത്രത്തോളം വിജയിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എത്രത്തോളം അതിനെ ഭംഗിയാക്കി എടുക്കാം എന്നത്തെയും പോലെ മോനെൻ്റെ അടുത്തുണ്ട്. അവന് വലിയൊരു ഇത് തോന്നുന്നില്ല, കാരണം അവനതിൽ ചെയ്യാനൊരു ഐറ്റംസും ഇല്ല അവന് ചെയ്യാനായിട്ട്. അതുകൊണ്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അവന് കുറച്ചും കൂടി ഒരു ഹോബി. അപ്പം ഇത് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ആ ഒരു ടെയിലിനാണ്, അതും പിന്നെ ടിഷ്യൂ പേപ്പർ ഒരു 4-5 ഫോൾഡായിട്ട് മടക്കി നമ്മൾ സിസർ കൊണ്ട് കട്ട് ചെയ്യുമ്പം തന്നെ ആ ഒരു ടിഷ്യൂ പേപ്പർ നല്ല കട്ടിക്ക് തന്നെ നമുക്ക് എടുക്കാം. നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പം എന്ന് വെച്ചാൽ അതിൽ 2 കിളികൾക്കുമായിട്ട് നമുക്ക് 4 ചിറകും അതുപോലെ തന്നെ 2 വാലുമാണ് ടെയിലുമാണ് നമുക്ക് വേണ്ടുന്നത്. അത് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ടെയിലിന് വേണ്ടിയിട്ടൊരു 2-3 ടിഷ്യൂ പേപ്പർ ഒരുമിച്ചിട്ട് മടക്കി കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും ഒരു തിക്നെസ് അതിന് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ നല്ല തിക്നെസ്സോടുകൂടി അതിൻ്റെ ആ ഒരു വാലിൻ്റെ പോർഷനായിട്ട് നമ്മൾ 2 കട്ടിങ്സ് ചെയ്ത് ഷേപ്പ് ആക്കി എടുത്തിരിക്കുകയാണ്. ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു
വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളതാണ്. അതായത് ഇതിപ്പോൾ ഒരു ടെയിലല്ലേ ആയുള്ളൂ, ഇനി 2 ടെയിൽ വേണ്ട. അതേപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 2, 3, 4 ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു തിക്നെസ് നമുക്ക് കിട്ടും. ഒറ്റ ഷീറ്റിൽ, അതായത് ഒരൊറ്റ ഷീറ്റിൽ ഇത് ചെയ്തെടുക്കാതെ നോക്കണം. കാരണം അതിന് അത്രയും തിക്നെസ് നമുക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ ഇത് ചെറിയൊരു ബൈൻഡിലാണെങ്കിൽ നമുക്ക് ഈ ഒരു അവിടെ ഒട്ടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്തത്, ഈ ടിഷ്യൂ പേപ്പർ തന്നെ യൂസ് ചെയ്തത്. അതിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ മോൻ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. അവൻ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇത് അവന് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ക്രാഫ്റ്റ് ഐറ്റം. അപ്പം മനോഹരമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നമ്മളത് ചെയ്ത് കാണുമ്പോഴത്തേക്കാണ് നമുക്ക് കുറേ സന്തോഷം തോന്നുന്നത്, ഉണ്ടല്ല. ഇനി ആ ഒരു ചിറകിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുന്ന ഒരു മുട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് ഒരു എതളിൻ്റെ ഷേപ്പിൽ കണ്ടില്ലേ കട്ട് ചെയ്തിട്ട് 2, 3 കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ടൈറ്റായിട്ടിരിക്കും, കണ്ടില്ലേ. നല്ല മനോഹരമായിട്ട് നമുക്ക് 4 വിങ്സാണ്. ഇതിപ്പം ഫസ്റ്റ് ഒരു വിങ്സ് നമ്മൾ കട്ട് ചെയ്ത് അതേ ഷേപ്പ് തന്നെ ഒരേപോലെ നോക്കി അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ 4 എണ്ണം കട്ട് ചെയ്ത് 2 സൈഡിലായിട്ട് അത് ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സെൻറ്ററിലോട്ട് വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു ഫ്ലവർ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. ഇതെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് രാത്രി സമയങ്ങളിലായിരിക്കും കൂടുതൽ ഞാനിത് ഉപയോഗിക്കുന്നത്, ചെയ്യാനായിട്ടിരിക്കുന്നത്. മോനെ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യുന്നത്. ഇത് അവനായിട്ട് ഇത് ചെയ്യാനായിട്ട് വലുതായിട്ടൊന്നുമില്ല. 2 ഇതുണ്ടല്ലേ 4 വിങ്സ് വെച്ച് കണ്ട മനോഹരമായിട്ടുള്ളത്. അതിൽ ആ ഒരു നമ്മൾ ഒട്ടിച്ച് 2 കിളികളെ ഇനി അത് ഒട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇളകത്തതുമില്ല. ഇനി നമ്മളെന്ന് പറഞ്ഞാൽ ആ ഒരു ബൈൻഡ് കംപ്ലീറ്റ് A4 സൈസ് പേപ്പറാണ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത്. ഇനി അതെല്ലാം കളർ ചെയ്തെടുക്കുകയാണ്. കളർ ചെയ്തെടുക്കാൻ ഞാനിവിടെ ആദ്യമേ പിങ്ക്, ഏത് കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പക്ഷേ മനോഹരമായിട്ടുള്ള 2 കുഞ്ഞു കിളികളായി, കണ്ടില്ലേ. അതിന് ആ ഒട്ടിച്ച് വെച്ചത് നമ്മൾക്കതിന് നല്ല ടൈറ്റായിട്ടായിരിക്കുന്നത്. അത് തിരിച്ചാലും മറിച്ചാലും ഒന്നും ഒരു വിധത്തിലും അത് പോകത്തില്ല. അതിന് വേണ്ടുന്ന കളറുകൾ കൊടുത്ത് എൻ്റെ കയ്യിൽ ഞാൻ ഇതുപോലത്തെ കിളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതനുസരിച്ച് ഞാൻ പല കളർ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് അതിൽ തന്നെ ഗ്ലിറ്റേർഡ് പൗഡറും ഇരിപ്പുണ്ട്. കുറച്ച് ഗോൾഡൻ ഗ്ലിറ്റേർഡ് പൗഡറും അതിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തപ്പോൾ മനോഹരമായിട്ടുള്ള 2 കിളികളായി കഴിഞ്ഞാൽ ഒരു ചുണ്ടും അതേപോലെ ഓറഞ്ച് കളർ കൊടുത്ത് കണ്ണിനും അതേപോലെ സ്പോട്ട്. കണ്ണ് നമുക്ക് പ്രത്യേകം വാങ്ങിക്കാനും കിട്ടും. ഇതിപ്പോൾ ഞാൻ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്, ആണല്ലേ. മനോഹരമായിട്ടുള്ളൊരു എന്താ പറയുന്നത് നല്ലൊരു ഐറ്റമാക്കി നമുക്ക് എടുക്കാം മനോഹരമായിട്ട്. ഇത് ഐസ്ക്രീം ബോളാണെന്ന് കൂടി പറയത്തില്ല, അത്രയും മനോഹരമാക്കി നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ്.